ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കേരളത്തിലെ CPM-നെ വിറപ്പിച്ചുകൊണ്ട് ED 12 കേന്ദ്രങ്ങളിൽ നിർണായകമായ റെയ്ഡ് നടത്തിയത്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിലാണ് അന്ന് പുലർച്ചെ ED-യുടെ ഉദ്യോഗസ്ഥർ ഇരച്ചു കയറിയത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിലാണ് ED-യുടെ ആ നിർണായക നീക്കം നടന്നത്. 2024 ECIR രജിസ്റ്റർ ചെയ്ത കേസിൽ 2 വർഷത്തിന് ശേഷമാണ് ED റെയ്ഡ് നടപടികൾ ആരംഭിച്ചത്. ED-യുടെ അന്വേഷണം തടസ്സപ്പെടുത്താനായി കോടതികളിൽ നൽകിയ ഹർജികളിൽ ED-ക്ക് ഏറ്റവും ഒടുവിൽ വിജയം ലഭിക്കുകയായിരുന്നു. ED-ക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ തുടർന്നാണ് ദ്രുതഗതിയിൽ ED അന്വേഷണം ആരംഭിച്ചത്. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് അന്ന് ആ പരിശോധനകൾ നടന്നത്. അതിനുശേഷം വീണ വിജയനെ അടക്കം നിരവധി തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. അന്വേഷണം ഇപ്പോൾ നിർണായകമായ ഘട്ടത്തിലാണ്. എന്നാൽ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡ് അത് മറ്റൊരു വലിയ വാർത്ത സൃഷ്ടിക്കുകയായിരുന്നു. ആ റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുറത്ത് CPM പ്രവർത്തകർ തമ്പടിച്ചിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ED-ക്ക് മുദ്രാവാക്യം വിളിച്ച് CPM പ്രവർത്തകർ അവിടെ തമ്പടിച്ചു. ഈ റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചു. ഗുണ്ടകളും CPM പ്രവർത്തകരും ചേർന്ന് ED ഉദ്യോഗസ്ഥരും കേന്ദ്ര സേനാംഗങ്ങളും സഞ്ചരിച്ച 3 കാറുകൾ ആക്രമിക്കുകയായിരുന്നു. ഇതിൽ 2 കാറുകൾക്ക് സാരമായ കേടുപാടുകൾ പറ്റി. 3ാമത്തെ കാർ അശേഷം തകർത്തു. ഈ കാറുകൾക്ക് നഷ്ടപരിഹാരം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേരളത്തിലെ അന്വേഷണങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു നഷ്ടപരിഹാരം ED ഉദ്യോഗസ്ഥരെ സഹായിക്കാനെത്തിയ ടാക്സി ഡ്രൈവർമാർക്ക് ഇപ്പോൾ നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നത്. അതായത് 3 കാറുകളിലായിട്ടാണ് പിണറായി വിജയന്റെ വസതിയിൽ നിന്നും ED ഉദ്യോഗസ്ഥർ പുറത്തേക്കിറങ്ങിയത്. അതിൽ ആദ്യത്തെ കാർ പൂർണ്ണമായും അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കാറിൻ്റെ എല്ലാ ഗ്ലാസുകളും എറിഞ്ഞു തകർത്തു. കാറിൻ്റെ പെയിൻറ്റും അതുപോലെ തന്നെ ബോഡിയും മറ്റെല്ലാ കാര്യങ്ങളിലും വലിയ കേടുപാടുകൾ വരുത്തി. ടാക്സി ഡ്രൈവർ, പാവം തൊഴിലാളിയായിരുന്ന ടാക്സി ഡ്രൈവറുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ ഇങ്ങനെ കനത്ത ആക്രമണം നടത്തിയത്. ED-യുടെ സ്വന്തം വാഹനമായിരുന്നില്ല അത്, വാടകയ്ക്കെടുത്ത ടാക്സികളായിരുന്നു. ഇങ്ങനെയുള്ള ടാക്സികൾക്കാണ് കേടുപാടുകൾ പറ്റിയത്. പൂർണ്ണമായും തകർന്ന ടാക്സിക്കാരനാകട്ടെ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിച്ചില്ല. മറ്റ് 2 പേർക്കും ഇൻഷുറൻസ് ഉണ്ട്. എന്നാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കാതെ കഷ്ടതയിലായ ടാക്സി തൊഴിലാളിയുടെ ജീവിതം വഴിമുട്ടുകയായിരുന്നു. ഏതാണ്ട് 1.25 ലക്ഷത്തോളം രൂപ വാഹനം ശരിയാക്കാനായി വേണമായിരുന്നു. ഇവിടെയാണ് ED-യുടെ ഇടപെടൽ. നേരത്തെ തന്നെ ഈ പറയുന്ന ടാക്സി തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് AA റഹീം അടക്കമുള്ള ഉന്നത CPM നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ED-ക്കെതിരായ തങ്ങളുടെ പ്രതിഷേധത്തിൽ ഇരയായിപ്പോയത് പാവം ഒരു ടാക്സി തൊഴിലാളിയായിരുന്നുവെന്നും ഈ ടാക്സി തൊഴിലാളി തൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നതെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ നഷ്ടത്തിൽ പാർട്ടി ഖേദിക്കുന്നുവെന്നും പാർട്ടി ഇതിന് നഷ്ടപരിഹാരം നൽകുമെന്നുമാണ് അന്ന് വലിയ വായിൽ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ CPM-ന് സാധിച്ചില്ല. കാരണം CPM ഒരു പാർട്ടി എന്ന നിലയിൽ അങ്ങനെ നഷ്ടപരിഹാരം നൽകിയാൽ കേസിൽ കൂടുതൽ തിരിച്ചടി കിട്ടും എന്ന നിയമോപദേശത്തെ തുടർന്ന് ഈ തൊഴിലാളിയെ ഉപേക്ഷിച്ച് CPM-കാർ മുങ്ങി. അതായത് ED-യെ ആക്രമിച്ച കേസിൽ വലിയ നിയമ നടപടികളാണ് ഇപ്പോൾ CPM പ്രവർത്തകർ നേരിടുന്നത്. സാധാരണക്കാരായ പ്രവർത്തകരാണ് ഇപ്പോൾ അറസ്റ്റിലായി ജയിലിലുള്ളത്. അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ, ജാമ്യം കിട്ടാതെ ജയിലറകളിൽ കഴിയുകയാണ്. ഇന്നിപ്പോൾ ഒരാൾക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഈ CPM പ്രവർത്തകർ, പാവപ്പെട്ട CPM പ്രവർത്തകർ ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ്. ഒരാളെയും വെറുതെ വിടാൻ ED തയ്യാറല്ല. ഗൗരവകരമായ അന്വേഷണമാണ് സംസ്ഥാന പോലീസും ഇപ്പോൾ ഇതിന്മേൽ നടത്തുന്നത്. ED ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ED-യുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന സാധാരണക്കാരായ പ്രവർത്തകർ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ പോരാ. വൻ ഗൂഢാലോചന ഈ ആക്രമണത്തിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ CPM നേതാക്കൾ പങ്കാളികളായിട്ടുണ്ട്. അവരെ കൂടി പ്രതികളാക്കി വേണം കേസന്വേഷണം പൂർത്തിയാക്കാനെന്ന് ആണ് ഇപ്പോൾ ED-യുടെ ആവശ്യം. ഇങ്ങനെ ഗൂഢാലോചന അന്വേഷിക്കുന്ന സമയത്ത് പാർട്ടി ഈ നഷ്ടപരിഹാരവുമായി ടാക്സി ഡ്രൈവറുടെ മുന്നിലെത്തിയാൽ തീർച്ചയായും നിയമപരമായി കേസിൽ അതൊരു തിരിച്ചടിയാകും. അങ്ങനെ ഒരു നിയമോപദേശം ലഭിച്ചതോടുകൂടി CPM-ന്റെ തൊഴിലാളി സ്നേഹം പോയി. അവർ ഈ പാവപ്പെട്ട ടാക്സി തൊഴിലാളിയെ ഉപേക്ഷിച്ച് മുങ്ങി. അതിനുശേഷമാണ് ജീവിക്കാൻ
നിവൃത്തിയില്ലാതെ പ്രതിസന്ധിയിലായി നിന്ന ഈ പറയുന്ന ടാക്സി ഡ്രൈവറെ സഹായിക്കാൻ ED എത്തുന്നത്. ആദ്യമായിട്ടാണ് ഇത്. അതായത് തങ്ങളെ അന്വേഷണത്തിൽ സഹായിച്ച ഒരു ടാക്സി ഡ്രൈവർ, ആ ടാക്സി ഡ്രൈവർക്കുണ്ടായ നഷ്ടം നികത്തേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ED ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ED 1.25 ലക്ഷത്തോളം രൂപ ഇന്ന് ടാക്സി ഡ്രൈവറെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി കൈമാറിയത്. അതായത് മറ്റ് 2 കാറുകൾക്ക് ഇൻഷുറൻസ് ഉള്ളതിനാലും ഈ പറയുന്ന ടാക്സി തൊഴിലാളിക്ക്, തിരുവനന്തപുരം സ്വദേശിയായ ടാക്സി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാങ്കേതിക തകരാറ് വന്നതിനാലും ഇപ്പോൾ ED മുഴുവൻ നഷ്ടപരിഹാര തുകയും പാവപ്പെട്ട ടാക്സി തൊഴിലാളിക്ക് നൽകിയിരിക്കുകയാണ്. CPM കൈവിട്ടുവെങ്കിലും ED അദ്ദേഹത്തെ കൈവിട്ടില്ല. ED ഇപ്പോൾ മുഴുവൻ നഷ്ടപരിഹാരവും നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ED അതിവേഗം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വീണ വിജയനെ 3 തവണയിലധികം ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. CMRL ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു. തീർച്ചയായും ഇത് ഒരു കോഴപ്പണം തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് ED എത്തിയിട്ടുണ്ട്. മൊഴിയിലെ പൊരുത്തക്കേട് ED വിശദമായി പരിശോധിച്ചു. അതിനുശേഷം ED ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ്. പിണറായി വിജയൻ്റെയും വീണ വിജയൻ്റെയും പേരുള്ള സ്വത്തുക്കളെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ED ശേഖരിച്ചു വരികയാണ്. പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന രീതിയിൽ എത്ര കോടി രൂപയാണോ കള്ളപ്പണമായി നേടിയതും വെളുപ്പിച്ചതും എന്ന് കൃത്യമായി മനസ്സിലാക്കി അത്രയും കോടി രൂപയുടെ വിപണി മൂല്യമുള്ള സ്വത്തുക്കൾ ED കണ്ടുകെട്ടാൻ പോവുകയാണ്. ആ കണ്ടുകെട്ടുന്ന വകയിൽ ഇപ്പോൾ ഈ ടാക്സി ഡ്രൈവർക്ക് കൊടുത്ത 1.25 ലക്ഷവും പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ടാക്സി ഡ്രൈവറെ പണം കൊടുത്ത് സന്തോഷിപ്പിച്ചുവെങ്കിലും അതിൻ്റെ മുതലും പലിശയും പിണറായി വിജയനിൽ നിന്നും മകളിൽ നിന്നും കേന്ദ്ര ഏജൻസിയായ ED ഈടാക്കും. അതിന് EDക്ക് എല്ലാവിധ അധികാരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ വീണ വിജയൻ്റെയും സ്വത്തുക്കളുടെ ലിസ്റ്റ് എടുത്ത് അത് കണ്ടുകെട്ടാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ടാക്സി ഡ്രൈവർക്ക് ഇത്രയധികം തുക നഷ്ടപരിഹാരമായി നൽകിയത്. ഇത്രയധികം സാധാരണക്കാരായ പ്രവർത്തകർ വീണ വിജയനെയും അതേപോലെ തന്നെ പിണറായി വിജയനെയും സംരക്ഷിക്കാനായി പുറത്ത് പ്രതിഷേധം നടത്തുകയും ED ഉദ്യോഗസ്ഥരെ തടയുകയും ഒക്കെ ചെയ്ത് ജയിലിലായിട്ടും പിണറായി വിജയനോ മകൾ വീണ വിജയനോ ഈ പ്രതികളെ ഒന്ന് ജയിലിൽ പോയി കാണാൻ പോലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. ജാമ്യം പോലും കിട്ടാത്ത വളരെ ഗുരുതരമായ കേസുകളിലാണ് ഇപ്പോൾ ഈ സഖാക്കൾ പെട്ടിരിക്കുന്നത്. ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും EDക്ക് അന്വേഷണത്തിൽ തൃപ്തരല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാം ഈ അന്വേഷണം. അങ്ങനെ കേന്ദ്ര ഏജൻസി വന്നാൽ ഏത് സംസ്ഥാനത്താണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ ജയിലുകളിലേക്ക് പ്രതികളെ മാറ്റും. ഇതടക്കമുള്ള വലിയ രീതിയിലുള്ള ആശങ്കകൾ ഈ ജയിലിൽ കിടക്കുന്ന സഖാക്കൾക്കും സഖാക്കളുടെ കുടുംബത്തിനുമുണ്ട്. എന്നാൽ ഈ സഖാക്കൾക്ക് ആശ്വാസകരമായ രീതിയിൽ ഒന്നും പാർട്ടി ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ED ഇപ്പോൾ അതിനുശേഷം നടത്തിയ റെയ്ഡുകളും മറ്റ് നടപടികൾക്കുമൊന്നും പ്രതിഷേധിക്കാൻ CPM പ്രവർത്തകരെ കിട്ടിയില്ല എന്നുള്ളതാണ്. കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ചു, ഏജൻസി ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കേസുകളിൽപ്പെട്ടാണ് ഇപ്പോൾ CPM പ്രവർത്തകർ അകത്ത് കിടക്കുന്നത്. അങ്ങനെ അവർ അകത്ത് കിടക്കുമ്പോൾ പിണറായി വിജയൻ അങ്ങനെ സുഖിച്ച് കിടക്കണ്ട എന്ന് ജയിലിൽ കിടക്കുന്ന സഖാക്കൾ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാകും. ED അവർക്ക് വേണ്ടിയും കൂടിയാണ് ഈ 1.25 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം പാവപ്പെട്ട ടാക്സി തൊഴിലാളികൾക്ക് നൽകിയത്. തീർച്ചയായും ഈ തുകയുടെ മുതലും പലിശയും പിണറായി വിജയനിൽ നിന്നും ED പിടിച്ചു വാങ്ങും. അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏറെ പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതായത് 2016 പിണറായി വിജയൻ സർക്കാരും CMRL എന്ന കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളും ദുരൂഹ ഇടപാടുകളുമെല്ലാം ഇപ്പോൾ ED അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് സമാന്തരമായി ED മറ്റൊരു അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും EDക്ക് ഒരു കാര്യം ബോധ്യമായി. ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളെല്ലാം നടത്തിയിരിക്കുന്നത് വീണ വിജയനല്ല, പിണറായി വിജയൻ കുടുംബത്തിലെ മറ്റൊരു ശക്തനായ ഒരാളാണ് ഈ ഇടപാടുകളെല്ലാം നടത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള മൂന്നാമതൊരാൾ ആര് എന്ന അന്വേഷണവും ഇപ്പോൾ ED മുന്നോട്ട് വയ്ക്കുകയാണ്. വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ സ്വത്തുവകകളെക്കുറിച്ചുള്ള അന്വേഷണവും വിവരങ്ങളും ഇപ്പോൾ ED ശേഖരിച്ചു വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് സൂചന. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തേക്കാം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്വത്ത് കണ്ടുകെട്ടി കേസ് വിചാരണയ്ക്ക് അയക്കാനും സാധ്യതയുണ്ട്. എന്തായാലും മാസപ്പടി കേസ് കേരളത്തിൽ വീണ്ടും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.